എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന പവൻസ് സ്റ്റഡി സെൻ്ററിൻ്റെ അധ്യാപകരുണ്ടാവും, മറ്റ് വിശിഷ്ടാതിഥികളുണ്ടാവും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒപ്പം ഇവിടെ ഈ സ്റ്റഡി സെൻ്ററിൽ പഠിച്ച് അല്ലെങ്കിൽ ഇപ്പോഴും പഠിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കിയ ഒരുപാട് കുട്ടികളുണ്ടാവും, ഇപ്പോഴും പഠിക്കുന്നവരുണ്ടാവും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇതിനകത്ത് എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. ഞാൻ ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 3 മാസമേ ആയിട്ടുള്ളൂ. ഇതിനു മുമ്പ് കൊച്ചിയിലായിരുന്നു, കളമശ്ശേരി ആയിരുന്നു, അതിനു മുമ്പ് തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ ഒരു സ്റ്റഡി സെൻ്ററിൻ്റെ വാർഷികവും 17ാം വാർഷികവും ഈ പറഞ്ഞ സമ്മാനദാനവും. ഈ സ്റ്റഡി സെൻ്ററിനെ കുറിച്ച് ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞ് ഏകദേശം ഈ കഴിഞ്ഞ വർഷം 27 A+ മാർക്കും ഒപ്പം നിങ്ങളുടെ ഈ പഠിച്ച സ്കൂളുകളിൽ ഏറ്റവും ഹയസ്റ്റ് ടോപ്പ് മാർക്കും വാങ്ങിയത് ഈ സ്റ്റഡി സെൻ്ററിലെ കുട്ടികളാണ് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇതിനകത്ത് ഈ ഉന്നത വിജയം നിങ്ങൾ കരസ്ഥമാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും 27 A+ മാർക്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു കൂട്ടം അധ്യാപകരുടെ അധ്വാനമുണ്ട്, ഇല്ലേ? ഒരു കൂട്ടം അധ്യാപകരുടെ അധ്വാനമുണ്ട്, ഒപ്പം വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനമുണ്ട്, പിന്നെ രക്ഷകർത്താക്കളുടെ മേൽനോട്ടമുണ്ട്. അപ്പോൾ രക്ഷാകർത്താക്കളുടെ മേൽനോട്ടവും കുട്ടികളുടെ കഠിനാധ്വാനവും മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ ഒരു കൂട്ടം അധ്യാപകർ നല്ലോണം അധ്വാനിച്ച് അവർ കുട്ടികളെ പഠിപ്പിക്കുന്നതിനായിട്ട് അവരുടേതായ എല്ലാവിധ കഴിവുകളും ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുന്നതിന് വേണ്ടി അവർ പരിശ്രമിച്ചു. അവരുടെ പരിശ്രമത്തിൻ്റെ ഭാഗം മാത്രമാണ്. ഇത്രത്തോളം വിജയം ഈ സ്കൂളിൽ ഈ പറഞ്ഞ ട്യൂഷൻ സെൻ്ററിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നാടിൻ്റെ വിജയമാണ്. ഒരു കൂട്ടം വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ നാടിന് സമ്മാനിക്കുന്ന ഇത്തരത്തിലുള്ള ട്യൂഷൻ സെൻ്ററുകൾ എപ്പോഴും നമുക്ക് പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ ഒരു അഭിമാനമാണ്. കാര്യം ഇത്തരത്തിലുള്ള ട്യൂഷൻ സെൻ്ററുകൾ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള സെൻ്ററുകളും അവരുടെ കായിക കഴിവുകൾ വളർത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ കഴിയണം. അത്തരത്തിലുള്ള ട്യൂഷൻ സെൻ്ററുകൾ എപ്പോഴും നാടിൻ്റെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കേണ്ടതാണ്. ചില അത്യാവശ്യ തിരക്കുകളുള്ളത് കൊണ്ടാണ് എനിക്ക് നേരത്തെ പോകേണ്ടി വരുന്നത്. ഇന്ന് പാലക്കാട് വൈകിട്ട് 6:15 കൊല്ലത്ത് നിന്ന് ട്രെയിനുണ്ട്. ഞാൻ ശരിക്ക് ഇന്ന് പരിപാടി താമസിച്ചാണ്, ഞാനത് അവരെ വിളിച്ച് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അത്യാവശ്യം പരിപാടി തന്നെ നേരത്തെ തുടങ്ങിയത്. കൂടുതലായിട്ട് പറയണമെന്നുണ്ട്. ഇനിയൊരവസരത്തിൽ എന്തായാലും ഞാനിവിടെ തന്നെ ഉണ്ട്. ട്യൂഷൻ സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, ഈ സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേരുന്നു. അതിനോടൊപ്പം തന്നെ എൻ്റെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താവശ്യങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റേഷനെ സമീപിക്കാം. ഇനി ക്ലാസ്സുകളോട്ട് ബന്ധപ്പെട്ടുള്ള അവയർനെസ് ക്ലാസ്സുകളോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ വേണമെങ്കിലും വരാം. എല്ലാ കാര്യങ്ങൾക്കും ഇരവിപുരം പോലീസ് സ്റ്റേഷൻ്റെയും പോലീസുകാരുടെയും പൂർണ്ണമായ പിന്തുണ ഉണ്ടാവും. ഒപ്പം എല്ലാവിധ ഭാവുകങ്ങളും ഇനി അങ്ങോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും നല്ല മാർക്കോടും നല്ല വിജയശതമാനവും നല്ല ജോലികളും നേടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.